ഇന്ന് ചെറിയൊരു ചിന്ത പെട്ടെന്ന് വളരെ വേഗം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-42. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു വേദഭാഗത്തെക്കുറിച്ച്. അതിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കർത്താവ് മാർത്തയോടാണ് പറയുന്നത്. അപ്പം മാർത്തയുടെ സെലക്ഷനിൽ അല്ലെങ്കിൽ മാർത്ത ചൂസ് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഒന്ന് ഓടിച്ചു പറയുവാണെങ്കിൽ, കർത്താവ് ആ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് മാർത്ത എന്ന് പറയുന്ന മാർത്ത മറിയ 2 സഹോദരിമാരുണ്ട്. അതിൽ മാർത്ത പോയിട്ട് കർത്താവിന് എന്ത് ചെയ്യും, തൻ്റെ വീട്ടിലേക്ക് കൈക്കൊള്ളും. വീട്ടിലേക്ക് കൈക്കൊണ്ട് കർത്താവിനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കർത്താവ് ഉപദേശിക്കാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം മാർത്ത അടുക്കളയിൽ കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. മറിയ നേരെ എന്ത് ചെയ്തു, കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? മാർത്തയുടെ ഭാഗത്താണ് ന്യായം. അതും ഈ സൈഡിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലിരിക്കുന്ന നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, ഫ്രണ്ടിൽ പോയിരുന്ന് ഗസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സൈഡിലിരിക്കുന്നവർ എന്താ ചെയ്യുന്നത്, കിച്ചണിൽ. കാരണം എപ്പോഴും വീട്ടിലൊരാൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരുക്കുവാനും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, അമ്മമാർ എല്ലാവരും വളരെ അവർക്ക് അതിനാണ് താല്പര്യം കൂടുതൽ. ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. കർത്താവ് അതുവഴി പോയപ്പോഴത്തേക്ക് യാദൃശികമായിട്ട് വന്നു കയറിയതല്ല, മാർത്ത പോയി കൈക്കൊണ്ട് കർത്താവിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ മാർത്ത വിളിക്കാൻ പോകുമ്പോൾ മാർത്തയുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഞാനും ഉണ്ട് മറിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകത്ത് കാര്യങ്ങളൊക്കെ തീർക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കർത്താവിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പ്ലാനൊക്കെ തെറ്റി മറിയ നേരെ പോയി കർത്താവിൻ്റെ അടുത്തങ്ങ് ഇരുന്നു. മാർത്ത ഒറ്റയ്ക്കായി. കുറച്ച് നേരം പണിയെടുത്ത് നോക്കി, നടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു 4-5 കൂട്ടം കറിയൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്ക്, കാരണം അവിടെ പറഞ്ഞിരിക്കുന്നു, ഇപ്പുറത്ത് അടുപ്പിൽ പറഞ്ഞിരിക്കുന്നു, അപ്പുറത്ത് കറിക്ക് എരിയണം. ഇങ്ങനെ ഓടി നടക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വട്ടാവും. ആ സമയത്ത് ആരെങ്കിലും അടുക്കള ഭാഗത്തോട്ടൊന്ന് കയറിയാൽ തീർന്നു. ആ അവസ്ഥയിലാണ് മാർത്ത വന്നിട്ട് പറഞ്ഞത്, കർത്താവേ, നിനക്ക് പോലും എന്നോടൊരു സ്നേഹവും കരുണയും തോന്നുന്നില്ലേ എന്ന് മാർത്ത കർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു ഉപദേശം, അത് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് എൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ ഈ മലയാളത്തിൽ ഇത്രയും നാൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ആക്ച്വലി ആയിട്ടുള്ള ശരിക്കുള്ളൊരു അർത്ഥം കിട്ടിയില്ല. കർത്താവ് പറയുന്നത്, നീ ഒരുപാട് കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യക്തമായ അർത്ഥം ഇംഗ്ലീഷിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ വായിച്ചാൽ മനസ്സിലാവും. നിൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീ ശരിക്കും ഇന്നത്തെ ദിവസം ടെൻഷൻ അടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ആയിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് മറിയ ചെയ്യുന്നത്. കർത്താവ് മാർത്തയോട് പറയുന്നത്, ഇന്നത്തെ ദിവസം നിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന നീ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നും ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കണമെന്നും ഇവിടെ വന്നിരിക്കുന്നവരെ നന്നായിട്ട് നോക്കണമെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നത്തെ ദിവസം ഞാനിവിടെ ഉണ്ട്. ഇന്ന് നിൻ്റെ മനസ്സിലോടേണ്ട ഒരേ ഒരു പ്രയോറിറ്റി ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്. പലപ്പോഴും നമ്മളിത് പറയുമെങ്കിലും നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യുമെങ്കിലും നമുക്ക് പലപ്പോഴും ഇത് നമ്മുടെ ഹൃദയത്തിൽ പതിയത്തില്ല. മാർത്ത ടെൻഷൻ അടിച്ചതും മാർത്ത ചിന്തിച്ചതും മാനുഷികമായ വളരെ ന്യായമായ ഒരു കാര്യമാണ്. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ ഇതെല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ, ഒരൊറ്റ കാര്യം മതി. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ഒരു നല്ല അംശം നീ ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളൊരു നല്ല അംശം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ നല്ല അംശം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മറിയ ചിന്തിച്ചത്, ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തിൻ്റെ ഹൃദയം എനിക്ക് എന്താണെന്ന് മനസ്സിലാണ്. കാരണം കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അവൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് മറിയ അവിടെ ഇരിക്കുന്നത്. ഇവർ 2 പേരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാർത്തയും മറിയയും കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇവർ 2 പേർക്കും കർത്താവിനോടുള്ള ബന്ധം കുറച്ച് വിഭിന്നമായിരുന്നു. അത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ തുടർന്ന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം
എനിക്കൊന്ന് 11-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് 20 മുതൽ 36 വരെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്, വായിക്കേണ്ട. അതിൽ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുവാനായിട്ട് പോകുന്ന ആ ഒരു വേദഭാഗം. അതിൽ 20-ാമത്തെ വാക്യം തൊട്ട് തുടങ്ങുമ്പോഴത്തേക്ക് 20-21 മാത്രം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 11:20-21. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇതാണ് ലാസർ മരിച്ചിട്ട് കർത്താവ് ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യം കർത്താവിനെ എതിരേൽക്കാൻ ഇറങ്ങി ഓടി ചെല്ലുന്ന ആരാണ്? മാർത്തയാണ്, മറിയയല്ല. മാർത്ത ഓടി ചെന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മറുപടി പറയുന്നു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഓ, തിയോളജി, കർത്താവെ, നീ തന്നെയാണ് പുനരുദ്ധാനം, നിനക്ക് അറിയാം, പുനരുദ്ധാനത്തിൻ്റെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ കർത്താവിനെ, അല്ലല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതായത് നീ തന്നെയാണ് ക്രിസ്തു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാർത്ത പോയിട്ട് എന്ത് ചെയ്യുന്നത്? മറിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. മറിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ വരുമ്പോഴത്തേക്ക് മറിയ വരുന്നത് അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ, 31 എനിക്കൊന്ന് 32-ാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി, അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. ആ കാൽക്കൽ വീണതിന് ശേഷം മറിയ പറഞ്ഞ കാര്യം മാർത്ത പറഞ്ഞ അതേ സെൻറ്റൻസ് ആണ്. എന്താണ്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? മാർത്തയും പറഞ്ഞത്. ഇതേ കാര്യം തന്നെയാണ് മറിയയും പറഞ്ഞത്. മാർത്ത പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? മാർത്തയോട് മറുപടി പറഞ്ഞു, മാർത്തയോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ മറിയ വന്നത് പറഞ്ഞ സമയത്ത് അവിടെയാണ് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് മറുപടി ഒന്നും പറയുന്നില്ല. കർത്താവ് അവിടെയാണ് നമ്മൾ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം കാണുന്നത്, യേശു കണ്ണുനീർ വാർത്തു. നിങ്ങൾക്ക് മനസ്സിലായോ? 2 വ്യക്തികൾ, 2 പേരും യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, 2 പേരും യേശുവിനെ ഒത്തിരി കരുതുന്നവരാണ്. പക്ഷേ ഒരാൾക്ക് യേശുവിനോടുള്ള ബന്ധത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഒരാൾ വന്ന് യേശുവിനോട് പറയുമ്പോഴത്തേക്ക് കർത്താവ് കേൾക്കുന്നുണ്ട്, കർത്താവ് അവിടെ ഒരു വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് അവിടെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് അയാളൊന്ന് കരഞ്ഞപ്പോൾ, ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കർത്താവ് പിന്നെ അവിടെ വേറൊന്നുമല്ല, കർത്താവ് പറഞ്ഞു, വാ നമുക്ക് കല്ലറയിലോട്ട് പോവാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? നമ്മൾ കർത്താവിനോട് എത്രത്തോളം നമുക്ക് അടുത്തിരിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവിൻ്റെ ഹൃദയം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? എന്നെ കർത്താവിന് നന്നായിട്ട് അറിയാം. മാർത്തയോട് സംബന്ധിച്ച് കർത്താവ് അപ്പോഴും നോക്കുന്ന, മാർത്തയെ നീ മനസ്സിലാക്ക്, നീ ഞാൻ ആരാണെന്ന് മനസ്സിലാക്ക്, ഞാൻ എന്തുകൊണ്ട് ലേറ്റായെന്ന് മനസ്സിലാക്ക്. മാർത്തയോട് കൂടുതൽ അടുക്കാൻ കർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയയുടെ അടുത്ത് കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. മറിയ വന്നവൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ് അതേ കാര്യം, ഒരേ പ്രാർത്ഥന, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ആ ഒരു പ്രാർത്ഥന 2 പേരും പ്രാർത്ഥിച്ചപ്പോൾ 2 പേരോടും കർത്താവ് കൊടുത്ത റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിലൂടെയും ഓരോ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളും ഇതുപോലൊരു നല്ല അംശം തിരഞ്ഞെടുക്കണമെന്നാണ്. നല്ലൊരു അംശം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും കർത്താവിന് ആഗ്രഹമുള്ള ഒരു ചോയ്സും കർത്താവിന് ആഗ്രഹമുള്ള ഒരു റെസ്പോൺസും നമ്മുടെ ഭാഗത്തു നിന്ന് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കർത്താവ് തന്നെയാണ്. കർത്താവാണ് നമുക്ക് മാതൃക തന്നത്. എങ്കിലും പഴയ നിയമത്തിലുള്ള 2 വ്യക്തികളെ മാത്രം ഞാൻ തൊട്ടിട്ട് കർത്താവിലേക്ക് മടങ്ങി വരാം. ഹന്ന എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹന്നയുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ വീട്ടിൽ ഒരു പ്രതിയോഗിയുണ്ട്, തന്നെ നിരന്തരം ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വീട്ടിലുണ്ട്. ഹന്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ചോദിക്കട്ടെ, ഹന്നയ്ക്ക് പെനീനയോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ഉള്ള എന്തെങ്കിലും ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ തോന്നുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്നത് തോന്നുന്നില്ല. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് അറിയാമോ, അവളുടെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരുന്നു? ഹന്നയോടായിരുന്നു. ഇപ്പം സാധാരണ നമ്മുടെ വീട്ടിലെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ വീട്ടിൽ 3-4 പേരുണ്ട്, അമ്മായിമ്മയും നാത്തൂനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയോടാണ് ഭർത്താവിന് സ്നേഹം കൂടുതലുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ആരുടെ അധികാരമായിരിക്കും? ഹന്നയോടാണ് ഭർത്താവിന് സ്നേഹം കൂടുതൽ. അത് ഭർത്താവ് പോയിട്ട് ഹന്നയോട് പറയുന്നുണ്ട്, 10 പുത്രന്മാർ ഉള്ളതിനേക്കാളും അധികം പോരെ ഞാനെന്ന് പറയുന്നുണ്ട്. നമുക്കത്രയും ധൈര്യം ഉണ്ടെന്ന് അവരുടെ ഭാര്യയോട് പോയി പറയാനായിട്ട്. ചിലപ്പോൾ ഭാര്യ തിരിച്ചറിയോ, 10 മുടിയൻ പുത്രന്മാരുള്ള എഫക്റ്റ്.
ഭർത്താവ് അത്രയും ധൈര്യമായിട്ട് പറയാം, ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഹന്നയോട് പോയി പറയുന്നുണ്ട്. ഹന്നയ്ക്ക് അപ്പം പറയാം, എന്നിട്ടും കാണുന്നില്ലല്ലോ, ആ ഒരുത്തി എന്നെ വീട്ടിനകത്തിട്ട് ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ച് അടിയുണ്ടാക്കാം ഹന്നയ്ക്ക്. പക്ഷെ ഹന്ന അവിടെ ഒന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു. മറിയ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞപ്പോൾ കർത്താവ് കരഞ്ഞതുപോലെ ഹന്ന പഴയ നിയമത്തിൽ ആരും കേൾക്കാതെ ഒറ്റയ്ക്ക് പോയിരുന്ന ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ കർത്താവ് അതവിടെ കുറിച്ചു വെച്ചു. ഞാൻ ഇന്നലെയും ഉപവാസ പ്രാർത്ഥന ഇത് പറയുമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും നമുക്കൊരു വേദന വരുമ്പോഴത്തേക്കും നമ്മൾ ഹന്നയുടെ കാര്യം ഉദാഹരണമായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹന്നയും ഒരു നല്ല അംശമാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാം, എനിക്ക് തിരിച്ച് പെനീനെ കുത്തി നോവിക്കാം, എനിക്ക് എൻ്റെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാം, എനിക്കും പ്രതികരിക്കാൻ പറ്റും, ഇതിനെല്ലാത്തിനും എനിക്ക് കഴിവുണ്ട്. പക്ഷേ ഇവിടെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണോ അതാണ് ഞാൻ ചെയ്യേണ്ടത്. മറ്റൊരു ഉദാഹരണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉദാഹരണമാണ് ദാവീദിൻ്റെ ജീവിതം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ശൗലിനെ പേടിച്ച് ഓടി നടക്കുവാണ്. ദാവീദ് ഓടി നടക്കുന്ന ഒരു ഗുഹയിലെത്തിയപ്പോൾ അവിടെ ശൗലും വന്നു. അന്ന് രാത്രി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാവീദും ഗുഹയിലുണ്ട്, ശൗലും ഉണ്ട്. ശൗലിനെ അറിയത്തില്ല ദാവീദുണ്ടെന്ന്. പക്ഷെ ദാവീദിന് മനസ്സിലായി ശൗല് അപ്പുറത്ത് കിടക്കുവാണ്. ദാവീദിൻ്റെ കൂടെ ഒരുപാട് വിശ്വസ്തന്മാരുണ്ട്. വിശ്വസ്തന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയല്ല. ദാവീദ് രാജ്യം വിട്ടിറങ്ങിയപ്പോൾ തങ്ങൾക്കുള്ളതിനെല്ലാം വിട്ട് ദാവീദിൻ്റെ കൂടെ ഇറങ്ങാൻ മാത്രം അത്രയും വിശ്വസ്തരായിട്ട് ദാവീദിൻ്റെ കൂടെ നിന്ന ആൾക്കാർ. അവർ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. എന്താണ്? ശൗലിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്ന ഒരു വാഗ്ദത്തം നിനക്കുണ്ട്. ആ ദിവസം ഇതാണ്. അവർ പറഞ്ഞത് അവരുടെ ദേഷ്യമോ അവരുടെ ഫ്രസ്ട്രേഷനോ അല്ല പറഞ്ഞത്. അവർ കോട്ട് ചെയ്ത് ആരെയാണ്? ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാഗ്ദത്തം. ഇന്ന് നീ പ്രവർത്തിച്ചാൽ, ഈ സമയത്ത് നീ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നവും തീരും, ഞങ്ങളുടെ പ്രശ്നവും തീരും. എന്നാൽ ഇതിനെല്ലാത്തിനും ഞങ്ങൾക്ക് തെളിവായിട്ട് തരാനുള്ളത് ദൈവം തന്നിട്ടുള്ളൊരു വാഗ്ദത്തവുമാണ്. എന്നോടാണിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ശൗലിനെ കൊന്നേനെ. കാരണം ദൈവിക വാഗ്ദത്തമുണ്ട്. ഇത്രയും നല്ലൊരു അവസരം എനിക്ക് കിട്ടത്തില്ല. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അന്നത്തോടെ തീരുവാണ്. പിന്നെ എനിക്ക് അടുത്ത ദിവസം പോയി വേണമെങ്കിൽ രാജാവാകാം. എൻ്റെ ജീവിതം അന്നോടെ സെറ്റിലാണ്. അന്നത്തെ ഒരു ദിവസം ആ ഒരു കാര്യം ഞാൻ ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷെ ദാവീദ് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. ദാവീദ് പോയിട്ട് ആ വസ്ത്രത്തിൻ്റെ അറ്റം ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വന്നിട്ട് ദൈവസന്നിധിയിൽ അനുദപിച്ച് കരഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ ഒരു ദാവീദിൻ്റെ ജീവിതം വായിക്കുമ്പോൾ ദാവീദിനെ ദൈവം എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ടാകാം. എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു സാഹചര്യമാണ്. കാരണം ദാവീദ് നോക്കിയപ്പോൾ അവിടെ കണ്ടത് ശൗലിനെയോ അവൻ്റെ ശത്രുവിനെയോ അല്ല, ദൈവം ഒരു കാലത്ത് അഭിഷേകം ചെയ്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടത്. അവൻ്റെ തലയിൽ ഒരു അഭിഷേക തൈലം വീണിട്ടുണ്ട്. എൻ്റെ തലയിൽ ഒരു അഭിഷേക തൈലം വീണിട്ടുണ്ട്. ഞാൻ അതിനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടോ, അപ്പം ഞാൻ മറ്റൊരാളെ നോക്കുമ്പോഴത്തേക്ക് അയാളിലാണ് അഭിഷേകം ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ അഭിഷേകത്തെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടോ അത്രത്തോളം ബഹുമാനം ഞാൻ അയാൾക്കും കൊടുക്കും. മനസ്സിലായോ? ദാവീദിൻ്റെ തലയിൽ അഭിഷേക തൈലം വീണപ്പോൾ ദാവീദിന് അഭിഷേക തൈലം വീണു. ദാവീദ് നേരെ കാട്ടിലോട്ട് പോയി. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ അവൻ ആ ഒരു അഭിഷേകത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വെളിവാകുന്നൊരു സാഹചര്യമായിരുന്നു. ശൗൽ അവൻ്റെ മുമ്പേ വന്നപ്പോൾ അവൻ ശത്രുവിനല്ല കാണുന്നത്, ദൈവം അഭിഷേകം ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത്. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ വന്നാൽ നമുക്ക് പുതിയ നിയമത്തിൽ എഴുതി തന്നിട്ടുണ്ട്, സഹോദരനെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്ന് എഴുതിയിട്ടുണ്ട്, തമ്മിൽ സ്നേഹിക്കണമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് പാടാം. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ദാവീദ് ചിന്തിച്ചത്, അഭിഷേകമുള്ളൊരു മനുഷ്യനെ, ദൈവം എന്നെപ്പോലെ അഭിഷേകം ചെയ്തൊരു മനുഷ്യനെ, ദൈവമാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ തൊടാൻ പാടില്ല. സാധാരണ ഈ വാക്ക് എല്ലാവരും എടുക്കുന്നത് അഭിഷിക്തന്മാരെ തൊടാൻ പാടില്ല അല്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പാസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ അഭിഷേകം പ്രാപിച്ചവർ, ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവം നിത്യജീവനിലേക്കായിട്ട് വിളിക്കപ്പെട്ടവർ, നിത്യതയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവം പറയുന്നവർ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് നേരെ ആണെങ്കിലും നിങ്ങളൊന്ന് ദോഷമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ പകർന്ന അതേ അഭിഷേകം, നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത അതേ വില കൊടുത്ത നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ രക്ഷിച്ചത്. അതിൽ ഒരാളെങ്കിലും നഷ്ടമായി പോയാൽ ദൈവത്തിന് ഹൃദയവേദന ഉണ്ടാകും.
അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മുടെ അടുത്ത് കർത്താവ് ഇത് ഞാൻ പറയാറുള്ള കാര്യമാണ്. നമ്മൾ പുതിയ നിയമത്തിൽ സഭയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് തെളിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും കർത്താവ് നമ്മോട് പറഞ്ഞിട്ടില്ല. വെള്ളം ഇടണമെന്നോ ഷേവ് ചെയ്യണമെന്നോ ഇത് ഓർണമെൻറ്റ്സ് ഊരി കളയണമെന്നോ ഇതൊന്നും അല്ല പറഞ്ഞത്. കർത്താവ് പ്രധാനമായിട്ട് പറഞ്ഞ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി ആരും അത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എല്ലാ ആഴ്ചയും വെള്ളം ഇട്ടുകൊണ്ട് വരുന്നതിന് ഞാൻ കളിയാക്കൽ കേട്ടിട്ടുള്ള ആളാണ്. അത് നല്ല കാര്യമാണ്, ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല. കർത്താവ് പറഞ്ഞെന്താ, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ലോകം എന്ത് പറയും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയും. അതുമാത്രം നമ്മൾ ചെയ്യത്തില്ല. നമുക്കെതിരെ ഒരു മനുഷ്യൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും കാണാൻ പറ്റുന്നില്ല. സംശയം നേരത്തെ എനിക്കൊന്ന് ഫസ്റ്റ് സർവീസിലാണ് പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. നമുക്കെതിരെ ഒരാൾ കൈ ഉയർത്തുമ്പോൾ, നമുക്കെതിരെ ഒരാൾ എന്തെങ്കിലും കേസ് കൊടുക്കുമ്പോൾ, നമുക്കെതിരെ ഒരാൾ എന്തെങ്കിലും ദോഷമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വിട്ടുകൊടുക്കാൻ നമ്മുടെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. പൗലോസ് ഈ ഒരു സാഹചര്യത്തിലാണ് എഴുതിയെന്ന് അറിയത്തില്ല. പൗലോസ് ഇതുപോലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കുത്താൻ ഒരാളെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആക്കിയിട്ടുണ്ട്. എന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ആ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളെ എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല മോനെ, നിനക്ക് എൻ്റെ കൃപ മതി. ഇന്നും പലപ്പോഴും പല ആളുകളും നമ്മളെ ചിലപ്പോൾ കുത്തുന്നുണ്ടാവാം, പല സാഹചര്യങ്ങളും നമ്മളെ കുത്തുന്നുണ്ടാവാം. പക്ഷെ പൗലോസ് അതിനൊരു കാരണം കൂടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. നിങ്ങളെ കളിമണ്ണ് ഒരു ചക്രത്തിൽ വെച്ച് മെനയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് റൗണ്ടായിട്ട് ഒരു ഷേപ്പും ഇല്ലാതെയാണ് ആദ്യം വരുന്നത്. പിന്നീട് കുറച്ച് മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടാണ് കുശവൻ അതിനകത്തുനിന്ന് കുറേശ്ശെ തോണ്ടി ഇങ്ങനെ കാർവ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോഴാണ് മനോഹരമായ ചിത്രപ്പണികളോ ഡിസൈനൊക്കെ അതിനകത്തുണ്ടാവുന്നത്. ഇതിനെയാണ് ഈ കുത്തുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കുറച്ച് ഈഗോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ആരോ ആണെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് അഭിമാനം, ഇതൊക്കെ ഇങ്ങനെ പതുക്കെ കർത്താവ് ഇങ്ങനെ തോണ്ടുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ അതിനകത്ത് കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ ഒരു പ്ലെയിനായിട്ട്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു വിശ്വാസിയായിട്ട് ഇരിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. എല്ലാം നന്നായിട്ട് പോയി സമാധാനമായിട്ടിരിക്കണം. പക്ഷേ കർത്താവ് നോക്കുന്ന, കുഞ്ഞെ, നിനക്കൊരു മനോഹാരിതയുണ്ട്, നിൻ്റെ ഉള്ളിലൊരു മനോഹാരിത ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തോട്ടൊന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇതുപോലെ കുത്താനായിട്ട് ഓരോ ആൾക്കാരെ വിടുന്നത്. ഇത് കർത്താവ് വെറുതെ നമ്മോട് പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ കർത്താവ് ഈ കാര്യങ്ങൾ നമുക്ക് തിയറട്ടിക്കലല്ല. ഇത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്ട്രീമാണ് കർത്താവ് കടന്നുപോയത്. യോഹന്നാന്റെ സുവിശേഷം 12:23-27 വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 12:23-27. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ? ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ? ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ 23-ാമത്തെ വാക്യത്തിൽ അതിലിങ്ങനെയാണ് പറയുന്നത്, തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇത് ശിഷ്യന്മാരെ കേട്ടോണ്ടിരിക്കുക. കർത്താവ് പറയാണ്, ഞാൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പം ആ കേട്ടോണ്ടിരുന്ന ശിഷ്യന്മാർക്ക് എല്ലാവർക്കും എന്തെങ്കിലും തോന്നിയെന്ന് പറയണം. പക്ഷേ 3 പേര് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും. ആരാന്നറിയാമോ? കർത്താവ് ഇതിനു മുമ്പ് ഒരിക്കൽ തേജസ്കരിക്കപ്പെട്ടത് കണ്ടിട്ടുള്ള 3 പേരുണ്ട്. അതെവിടെ വെച്ചായിരുന്നു? മറുരൂപം മലയിൽ വെച്ച് കർത്താവ് തേജസ്കരിക്കപ്പെട്ടു. ഇവർ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. അയ്യോ, അവർ ഞങ്ങൾക്ക് കുടിൽ കെട്ടി ഇവിടെ നമുക്കങ്ങ് താമസിക്കാം, ഇവിടെ നിന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ലല്ല, നിങ്ങൾ പോകണം, പക്ഷേ ഇത് വേറെ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെടുത്ത് പറഞ്ഞിട്ടാണ് താഴോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഇവർക്ക് ആരോടും പറയാൻ പറ്റില്ല. ഇവർ കാണുമ്പോൾ പറയുന്നുണ്ടാകും, പക്ഷെ പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ തേജസ്കരിക്കപ്പെടുവാൻ പോകുന്നത് എല്ലാവരും മുമ്പ് വെച്ച് പറഞ്ഞ് ഇനി നമുക്ക് പറയാം, എല്ലാവരും കാണുമല്ലോ. അപ്പോൾ കർത്താവ് അതുപോലെ തേജസ്കരിക്കപ്പെടുമ്പോൾ ഇവരെല്ലാവരും കാണാം, അപ്പം നമുക്കും അതിനകത്ത് കാണാം, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അടുത്ത് പറയുന്നത്, കഴിയുമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ അയ്യേ, കർത്താവ് എന്താ ഇങ്ങനെ പറയുന്നത്? അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എന്തിനാണ് കർത്താവ് പറയുന്നത് തേജസ്കരിക്കപ്പെടുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണേ എന്ന് പറയുന്നത്? കാരണം തേജസ്കരണത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു വശം മാത്രമേ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
നമ്മളും പലപ്പോഴും കർത്താവിനോട് പറയണം, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ, എൻ്റെ ജീവിതത്തിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങേ പോലായിരിക്കാൻ സഹായിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ദൈവമഹത്വം ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയിൽ കയറി വരുന്ന എല്ലാവരും സൗഖ്യമാവണം, വിടുതൽ നടക്കണം, അത്ഭുതങ്ങൾ നടക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ആത്മശക്തിയിൽ നമ്മളങ്ങ് നിറയണം, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ദൈവമഹത്വമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സാധാരണ റിലേറ്റ് ചെയ്യുന്ന ദൈവമഹത്വം പഴയ നിയമത്തിൽ ആലയത്തിൽ ഇറങ്ങിയപ്പോൾ പുരോഹിതന്മാർക്കും അകത്ത് കയറാൻ പറ്റാത്ത അത്രയും വലിയ സാന്നിധ്യം ഇറങ്ങി, ഈ വാക്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് ഞാൻ തേജസ്കരിക്കപ്പെടുവാൻ പോകുന്നു, ദൈവം എന്നിലൂടെ മഹത്വം എടുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയതും കർത്താവ് മനസ്സിലാക്കിയതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കർത്താവിന് അറിയായിരുന്നു കർത്താവ് ഉദ്ദേശിക്കുന്ന തേജസ്കരണവും ദൈവമഹത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ കർത്താവിനെ മിശിഹയാണെന്നും എല്ലാം പറഞ്ഞ് കൊണ്ടുനടന്നവർ നാളെ തള്ളിപ്പറയും. കഴുതപ്പുറത്ത് കയറ്റി കുരുത്തോലയിൽ അവനെ ആനയിച്ച് കൊണ്ടുവന്ന് അതേ തെരുവിലൂടെ ക്രൂശും ചുമന്ന് ചാട്ടവാറടിയേറ്റ് നടക്കേണ്ടി വരും. ഇന്നലെ വരെ ബഹുമാനത്തോടെ മാത്രം സംസാരിച്ചിരുന്ന അവൻ്റെ മുഖത്തേക്ക് ആളുകൾ തുപ്പും. അവൻ്റെ ശുശ്രൂഷയെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് അവൻ്റെ കണ്ണ് കെട്ടിയിട്ട് അവൻ്റെ ചെകിട്ടത്തടിച്ചിട്ട് നിന്നെ തല്ലിയതാർന്ന് പ്രവചിക്കുക എന്ന് അവനോട് കളിയാക്കുന്ന സമയം വരും. അതാണ് കർത്താവ് പറഞ്ഞ തേജസ്കരണം, അതായിരുന്നു കർത്താവ് പറഞ്ഞ മഹത്വം. ശിഷ്യന്മാർക്കിത് കാണാൻ പറ്റിയില്ല, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നില്ല. കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നുപോയി, ഈ വേദന എല്ലാം അനുഭവിച്ചു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ അതെല്ലാം കടന്നുപോയി. കർത്താവിനെ കല്ലറയിൽ വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, ശിഷ്യന്മാർ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാവനയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, എന്നാലും കർത്താവ് അന്ന് മഹത്വപ്പെടാൻ പോകുന്നു, തേജസ്കരിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കർത്താവ് തേജസ്കരിക്കാൻ പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ ചിന്തിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവസാനം ഇങ്ങനെ ആയപ്പോയല്ലോ, ഒന്നും ആയില്ല, കർത്താവ് മരിച്ചു പോയല്ലോ, എന്തു ചെയ്യും? ഈ ഒരു ചിന്തയായിരിക്കാം ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് അതും കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത് തേജസ്കരണവും മഹത്വവും എന്തായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് പിന്നീട് ലേഖനത്തിൽ എഴുതി വച്ചു, അവൻ ക്രൂശിൽ ശത്രുവിന് മേൽ ജയോത്സവം കൊണ്ടാടി, ശത്രുവിൻ്റെ തലയെ അവിടെ വെച്ച് അവൻ തകർത്ത് കളഞ്ഞു. അവർക്കറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പിശാച് ഒരു ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ കർത്താവ്, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഭൂതഗ്രസ്തരെ പുറത്താക്കുമ്പോൾ ശത്രുവിൻ്റെ കോട്ടയെ ഇടിക്കുകയാണെന്ന് ബോധ്യമുള്ള ശിഷ്യന്മാർ പറഞ്ഞു. അതൊക്കെ ഒരു സൈഡിൽ നടന്നു. പക്ഷേ അവസാന കടന്നുപോയ മഹത്വത്തിലുണ്ടല്ലോ, അവിടെ വെച്ച് ഫൈനലി ഒരൊറ്റ ചവിട്ട് കൊടുത്തു, ശത്രുവിൻ്റെ തലയെ എൻ്റെ ദൈവം തകർത്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലെ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോണ്ടല്ലോ, കർത്താവ് അറിയാം നമുക്ക് വേദന എടുക്കുന്നുണ്ടെന്ന്, നമുക്ക് ഉള്ളിൽ പെയിൻ ഉണ്ടെന്ന് നമുക്ക് കർത്താവിന് അറിയാം. പക്ഷേ പലപ്പോഴും നമ്മളെ വിളിച്ച വിളിയിലേക്ക്, നമ്മളെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ദൈവം എത്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിന്ന് ഡിസൈൻ ചെയ്യുവാനായിട്ട്, നമ്മളിന്ന് മെനയുവാനായിട്ടാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. പഴയൊരു പാട്ടുകാരൻ ഇത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. നമുക്ക് തിരിച്ച് പ്രതികരിക്കുവാനും, നമുക്ക് തിരിച്ചു പോയിട്ട് ഫൈറ്റ് ചെയ്യുവാനും, നമുക്ക് തിരിച്ചു പോയിട്ട് പലതും ചെയ്യുവാനുള്ള കഴിവും എബിലിറ്റിയും എല്ലാം ഉള്ളപ്പോഴും കർത്താവ് ചെയ്തതുപോലെ മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റുമോ? കർത്താവിനോട് കണ്ണ് കെട്ടിയിട്ട് പ്രവചിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവിനെ പ്രവചിക്കാൻ പറ്റത്തില്ലായിരുന്നോ? കർത്താവിനോട് ക്രൂശിൽ നിന്ന് ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറ്റത്തില്ലായിരുന്നോ? കർത്താവ് ദൈവപുത്രനാണ്, അവനോട് പറയാം ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. അവൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തു, അവൻ്റെ വിളിയെ ചോദ്യം ചെയ്തു. ആ സമയത്ത് ഇറങ്ങി വരാൻ കർത്താവിന് പറ്റത്തില്ലായിരുന്നോ? എല്ലാം കർത്താവിന് പറ്റുമായിരുന്നു. പക്ഷെ ആ സമയത്തും ദൈവം എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. നമുക്കും ദൈവസന്നിധിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കും അത് തന്നെ പറയാം, കർത്താവെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ,
നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് കർത്താവ് നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ വലിയ പദ്ധതികളുണ്ട്. നാം ആയിരിക്കുന്ന ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടണമെന്നും, ഞാൻ ആയിരിക്കുന്നിടത്ത് ദൈവം എന്നിലൂടെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടണമെന്നും, ഞാൻ ആയിരിക്കുന്നിടത്ത് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ എത്രത്തോളം എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടതാണ്, എത്രത്തോളം ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിട്ടുണ്ട്, എത്രത്തോളം എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കാത്ത നെകളവും ദൈവം ആഗ്രഹിക്കാത്ത ഉയർച്ചകളും എല്ലാം ദൈവം എത്രത്തോളം എടുത്തു കളയാൻ ദൈവത്തിന് പറ്റുന്നുണ്ട്. ഇതെൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നിടത്തോളം, അത് ഒഴിഞ്ഞു പോകുന്നിടത്തോളം അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം എന്ന് അറിയും. അത് ഒഴിയാത്തിടത്തോളം കാലം ദൈവം മാർത്തയോട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ മാർത്തയോട് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്ഷമയോടുകൂടെ ഇന്നും നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞെ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നീ വാ, ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നീ വാ. നിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് നിന്നെ വന്ന് പള്ളിയിൽ 2.5 മണിക്കൂർ ഇരുന്നിട്ട് പോകാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നീ വന്നിട്ട് നീ വെറുതെ വന്ന് വഴക്കുണ്ടാക്കി പള്ളിയിലെ കുറ്റവും പറഞ്ഞ് പോകാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വലിയ കാര്യങ്ങൾ കണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. വെറുതെ വന്നിരുന്നിട്ട് പോകാനോ നീ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നീ എൻ്റെ സന്നിധിയിലൊന്ന് താണിരിക്കുമെങ്കിൽ വലിയ കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവസന്നിധിയിൽ? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടങ്ങ് കാണിക്കുന്ന ക്ഷമയ്ക്കായിട്ട്, ദയയ്ക്കായിട്ട് കർത്താവേ, ദീർഘക്ഷമയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. വീണ്ടും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലൂടെയും ഞങ്ങളുടെ സഭയിലൂടെയും ഞങ്ങളുടെ കുടുംബത്തിലൂടെയും വെളിപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, അങ്ങയെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രവൃത്തികളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നല്ല അംശം ഏതെന്ന് തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമോഹത്വത്തിനായി തീരട്ടെ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.